ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് കഴിഞ്ഞ തവണ സാഫ് ഒഴിച്ചു. ഇതിപ്പോൾ വേറെ ഒരു പറമ്പിൽ അതേ സെയിം പഴുപ്പ് തന്നെ, പക്ഷേ ഞാൻ മെത്തേഡൊന്ന് മാറ്റി ചവിട്ടാണ്. വേറെ ഒന്നുമല്ല, നമ്മൾ കലക്കി ഒഴിക്കുന്നതിന് പകരം ഇലകളിൽ സ്പ്രേ ചെയ്യുന്ന മെത്തേഡ്. അത് സ്പ്രേ ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം അതിന് എനർജി കൊടുക്കുന്ന ഒരു ചെറിയ വളം കൂടി കൂട്ടി ആണ് ചെയ്യുന്നത്. അത് മെയിൻ കാര്യം. ഇത്ര അധികം പഴുപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടുള്ളൂ. ഇപ്പോൾ ഇങ്ങനെ കണ്ട നല്ല രീതിയിൽ ഇല കരിഞ്ഞ് മുകളിലോട്ട് അടുത്ത ഇലയുമേക്ക് കണ്ട പിടി ഇതിനെ ബാധിച്ച് കണ്ട ഇപ്പം മഞ്ഞപ്പായി തുടങ്ങി. പിടി ഇതിനെ ഇതുപോലെ ഇലകൾ പഴുത്ത് കയറി വരാണെങ്കിൽ ചെയ്യേണ്ട കാര്യം, ഇലകൾ മാക്സിമം ഈ പഴുപ്പായിട്ട് നിൽക്കുന്ന ഇലകൾ മാക്സിമം കണ്ടിച്ച് കളയാം. കണ്ടിച്ച് കളഞ്ഞിട്ട് അതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. സ്പ്രേ ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മളിപ്പോൾ ചെയ്തേക്കണത് ഇപ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെത്തി കണ്ട. അപ്പോൾ ഇതിൻ്റെ വാഴയുടെ കണ്ട ഇലകൾ കംപ്ലീറ്റ് ചെത്തി കളഞ്ഞിട്ട് നമ്മളിപ്പോൾ മരുന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ മരുന്ന് മാത്രമല്ല ചേർത്തേക്കണേ, അതിലൊരു വളത്തിൻ്റെ ഒരു മിക്സും കൂടി ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ആ പഴുപ്പ് വന്നതുകൊണ്ട് അതിന് വാഴയ്ക്കൊരു തളർച്ചയും വാട്ടമൊക്കെ വന്നിട്ടുണ്ട്. ആ വാഴയുടെ വളർച്ച വീണ്ടും ഉഷാറാക്കാനും ആ പഴുപ്പ് വീണ്ടും മുകളിലോട്ട് കയറി പോകാണ്ടിരിക്കാനും, അതായത് ഒരു ഫംഗസ് ബാധയാണ് ശരിക്കും മുകളിലോട്ട് കയറി പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് കയറി പോകാണ്ടിരിക്കാനായിട്ട് നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നത്. അത് എന്തൊക്കെയാണ് ചേർക്കണേ, എത്രയൊക്കെയാണ് ചേർക്കണേ എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വാഴയുടെ പഴുപ്പ് മാറ്റാനായിട്ട് ഉപയോഗിക്കുന്ന മരുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ ഈ സംഭവമാണ്. പക്ഷേ ഇത് ഞാൻ പേര് പറയാത്തതെന്ന് വെച്ചാലേ പല കമ്പനിക്ക് പല പേരിൽ ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് പഴുപ്പിൻ്റെ മരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം കിട്ടും. ഇത് കലക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്മില്ല് കലക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. 1 ലിറ്റർ വെള്ളത്തിൽ 1 ഗ്രാം വെച്ചാണ് കലക്കേണ്ടത്. അതായത് 20 ലിറ്ററിന് 20 ഗ്രാം അങ്ങനെയാണ് കണക്ക് വരുന്നത് കേട്ടോ. അപ്പം അത് കലക്കുമ്പോൾ വേറൊരു പാത്രത്തിൽ വെള്ളത്തിലിട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കണം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചെറിയ 50 ഗ്രാമിൻ്റെ പാക്കറ്റുകളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇടാനായിട്ട് ഇച്ചിരി എളുപ്പമുണ്ട്. അപ്പോൾ നമ്മൾ പൊടി അങ്ങനെ കലക്കിയിട്ടുണ്ട്. അത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമ്മളുടെ അരിപ്പ വെച്ച് ഒഴിക്കുക. 20ൻ്റെ ബാരലാണ് ഞാൻ എടുത്തേക്കണേ കേട്ടോ. ഇലമ നല്ല രീതിയിൽ പറ്റിപ്പിടിച്ച് ഇരുന്നോളും, പെട്ടെന്ന് പോരില്ല. ഇനിയിപ്പോൾ ഞാൻ ചെയ്യണത് ഇതിപ്പോൾ പഴുപ്പിനുള്ള മരുന്നാണ്. ഇത് അത് കൂടാണ്ട് നമ്മൾ ഇതിൻ്റെ ഒപ്പം വളർച്ച ഒന്ന് ഉഷാറാക്കി കൊടുക്കാനായിട്ട് ഇപ്പോൾ ഈ പഴുപ്പ് വന്നതിൻ്റെ പേരിൽ ഒരു ചെറിയ വളർച്ചാക്കുറവുണ്ട്. അപ്പോൾ ആ വളർച്ചാക്കുറവ് നികത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഒപ്പം ചെറിയൊരു അളവിൽ നമ്മുടെ 19 കണ്ട 19 ഇത് ഇലയമ അടിച്ചു കൊടുക്കാൻ ബെസ്റ്റ് വളമാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ മിക്സ് ചെയ്യാണ്. നല്ലോണം കലക്കിയിട്ട് വേണം കേട്ടോ ഇതെല്ലാം ഒഴിക്കണമെങ്കിൽ. നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് എനിക്ക് മാക്സിമം അടിയിലും മുകളിലും എല്ലാ ഇലകളിലും വീഴാൻ മാറി. ആ പിണ്ടിമേ പയ്യൊന്ന് അടിച്ചു കൊടുക്കാം.
വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ അടിക്കലേക്ക് മുമ്പ് തന്നെ നമ്മൾ ഈ ഇല പഴുപ്പനും കരിച്ചിലൊക്കെ ഉള്ള ഇലകൾ മാക്സിമം ഒഴിവാക്കി ശരിക്കും പറഞ്ഞാൽ ഇത് ഇവിടെ ഇടാൻ പാടില്ല. ഇതിപ്പോൾ മണ്ണിട്ട് മൂടാൻ വേണ്ടിയിട്ടാണ്. ഒന്നല്ലെങ്കിൽ മണ്ണിട്ട് മൂടാ അല്ലെങ്കിൽ കത്തിച്ചളയാ. ഇത് രണ്ട് കാര്യങ്ങൾ ചെയ്തിട്ട് വേണം കേട്ടോ നമ്മളിത് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ഈ ദിവസങ്ങളിൽ തന്നെ നമ്മളിത് മണ്ണിട്ട് മൂടും. അതുകൊണ്ടാണ് ഈ ഇല അടിയിൽ തന്നെ ഇട്ടേക്കണം. ഇതിൻ്റെ അടുത്തൊന്നും കത്തിക്കാൻ സൗകര്യമില്ല. അതുകൊണ്ടാണ് കൂടുതലുള്ളവർക്ക് കൂടുതൽ തോട്ടം വലിയ തോട്ടങ്ങളുള്ളവർക്ക് ഇങ്ങനെ കത്തിക്കാനോ അതുപോലെ എടുത്തുകൊണ്ടുപോയി മാറ്റാനോ ഒക്കെ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഐഡിയ ചെയ്യുന്നത്. മണ്ണിട്ട് മൂടി കളഞ്ഞാൽ വളം ഇടുമ്പോൾ മണ്ണിട്ട് മൂടി കളഞ്ഞാൽ വേറൊരു കാര്യം ഓർപ്പിക്കുന്നതേ, നിങ്ങൾ ഈ വീഡിയോ കാണലും മാത്രമല്ലാണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒന്ന് ഓർപ്പിക്കാണ്ട. നമ്മുടെ ഈ ചെറിയ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ വാഴയുടെ ഇലയമ്മക്കൂടെ ഇതിന് വളം കിട്ടുകയും ചെയ്യും. ഇതിൻ്റെ പഴുപ്പും കരിച്ചിലും അതിൻ്റെ ഫംഗസ് ബാധയും ഇതെല്ലാം കുറഞ്ഞ് നല്ല കിടുക്കാച്ചയായിട്ട്. ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാണ്ട, ഇത് ഞാൻ ചെയ്തിട്ട് വിജയിച്ച കാര്യങ്ങളാണ് ഞാൻ ഈ കാണിച്ചു തന്നെ. പലർക്കും പല രീതിയിലായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് പലർക്കും പല രീതിയിലുള്ള അഭിപ്രായങ്ങളുണ്ടാവും. നിങ്ങൾ ചെയ്യുന്ന രീതി നമ്മളോടൊന്ന് ഏതൊക്കെ വളമാണ് അല്ലെങ്കിൽ ഏതൊക്കെ മരുന്നുകളാണ് ഉപയോഗിക്കുന്നതെന്നൊന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പരീക്ഷിച്ച് നോക്കിയിട്ട് വിജയിക്കും എന്ന് തോന്നുകയാണെങ്കിൽ, നല്ല റിസൾട്ട് ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അങ്ങനത്തെ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മെസ്സേജ് അയക്കുകയോ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളൊന്നത് ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസും നമ്മളിതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ശരി, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.